ഓടിക്കോ ഭൂതം ഭൂതം. എന്താ ഇത്? ഞാൻ തന്നെയാണ്. പഴയ സാധനങ്ങളുണ്ടോ? ആർക്കും വേണ്ടാത്ത പഴയ സാധനങ്ങളുണ്ടോ? പഴയ സാധനങ്ങളുണ്ടോ? സത്യം പറയുകയാണെങ്കിൽ ഹണിയെ ഈ ആക്രിക്കാരനെ പിടിച്ചു കൊടുക്കേണ്ടത്. മേലണിങ്ങി ഒരു പണി എടുക്കില്ല. എന്താ സാർ? ആക്രിക്കാരൻ സാർ. ഡോഗിയോ? 18 ഇഞ്ചക്ഷൻ ഇടേണ്ടി വരുമല്ലോ. ഓടിക്കോ വേഗം ഓടിക്കോ. വാവ്, എത്ര നല്ല വാച്ചായത്. ഇതിൽ റെഡ് കളറും ഗ്രീൻ കളറും ബട്ടണും ഉണ്ടല്ലോ. കൊച്ചലിയ, ഇത് എന്റെ ഷൂ ആണ്. ഷൂസിൽ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. ആർക്ക് കറക്റ്റ് ആയിരിക്കുന്നുവോ അവർക്കിടാം. കാറ്റില് പറന്നുപോയ ഷൂസാ. എങ്ങനെ തിരിച്ചു വന്നത്? എന്തിനാടാ ചെരുപ്പെടുത്തെറിഞ്ഞത്? കൊച്ചലിയ, കാറ്റിപ്പോ സംസാരിക്കുന്നുണ്ട്, അതും സോർദാറിന്റെ ശബ്ദത്തില്. എടാ, ഞാൻ സോർദാർ തന്നെയാണ്. എന്താ നിനക്ക് കണ്ടൂടെ എന്നെ? സോർദാറെ, നിന്നെ കാണാൻ പറ്റുന്നില്ല. സംശയമുണ്ടോ? ഇപ്പൊ കണ്ണ് കാണുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സംശയമുണ്ടോ? പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അങ്ങോട്ട് നോക്ക്, അതാ നിൽക്കുന്നു സോർദാർ. ഇവൻ എങ്ങനെ കണ്ണാടിക്കകത്ത് പോയത്? അതിനകത്ത് എനിക്കും പോണം. നിന്നെ കൊണ്ട് കണ്ണാടിക്കകത്ത് ഇവിടെ ഇരിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ആ അളിയാ, കൊള്ളാലോ, അടിപൊളി വാച്ച് തന്നെ ഇത്. എവിടുന്നാ കിട്ടി? എവിടുന്നാ? ഇത് ആക്രിക്കാരന്റെ വണ്ടിയിൽ നിന്ന് താഴേക്ക് വീണു. ഞാൻ അത് എടുത്തോണ്ട് വന്നു. കൊള്ളാം, ഇതിലാണെങ്കിൽ ബട്ടണും ഉണ്ടല്ലോ. എടാ, വണ്ടി എവിടെയാ പോയത്? സത്യത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലേ? ഇല്ല, നിന്നെ കാണാൻ പറ്റുന്നില്ല. സംശയമുണ്ടോ? അല്ല, ഇതെങ്ങനെ സാധ്യമാകും? ബണ്ണി, നിന്നെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം ഇത് മാജിക്കൽ വാച്ചാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയും. വാ, നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് വരാം. ആ ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ട് ഏകദേശം 1 മാസമായി. ഇന്നെന്തായാലും 1 മാസത്തെ ഐസ്ക്രീം എനിക്ക് ഒരുമിച്ച് കഴിക്കണം. അങ്ങനെയാണെങ്കിൽ നീ 5 ദിവസമായി കുളിച്ചിട്ടില്ലല്ലോ. അതും ഒരുമിച്ച് അങ്ങ് ചെയ്യാൻ നോക്ക്. അങ്ങോട്ട് നോക്ക്, നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡ സാറല്ലേ അത്. ഒന്ന് വിഷ് ചെയ്യാം. അല്ല, സാറാണല്ലോ എല്ലാവർക്കും ടെൻഷൻ കൊടുക്കുന്നത്. ഇന്നെന്താ സാറ് ടെൻഷനായിട്ട് നിൽക്കുന്നത്? ഈഷ്, കുറ്റവാളി കൈക്കലെത്തിയിട്ടും അവനെ പിടിക്കാൻ പറ്റാത്തതിന് ഞാൻ ദേഷ്യത്തിലാണ്. നീ എന്താ ചെയ്യുന്നത്? പോലീസിനെ തല്ലാൻ പോവാണോ? നീ എന്താ ചെയ്യുന്നേ? വേണ്ടാ. ഇതാ പിടിച്ചോ സാർ. സാർ അന്വേഷിക്കുന്ന ആൾ ഇത് തന്നെയല്ലേ? സംശയമുണ്ടോ? കുറച്ച് സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തന്നെ പിടിച്ചേനെ. കുറച്ച് സമയം കിട്ടിയിരുന്നെങ്കിൽ പാണ്ഡ സാറിന്റെ കഥ കഴിയായിരുന്നു. ഈഷ്, എടാ, ഞാൻ പറഞ്ഞത് ഈച്ചയുടെ കാര്യമല്ല. സിറ്റിക്കകത്ത് കള്ളനോട്ട് വിതരണം ചെയ്യുന്ന അവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ, ഐ സീ. ഈഷ്, നീ എവിടെ കണ്ടത്? ഇല്ല സാർ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, ഓ ഇതാണോ കാര്യം എന്നാ. ഈഷ്, നിങ്ങൾ ഇവിടുന്ന് പോ, എന്നിട്ട് എന്നെ എന്തെങ്കിലും ആലോചിക്കാൻ വിട്. പക്ഷേ സാർ, ആലോചിക്കണമെങ്കിൽ ശകലം ബുദ്ധിയൊക്കെ വേണ്ടേ? ഈഷ്, എന്റെ അടുത്ത് തമാശ കാണിച്ചാൽ അടിച്ചു നിന്റെ കാല് ഞാൻ പൊട്ടിക്കും. അങ്കിളെ, എനിക്കൊരു 7 ചോക്ലേറ്റ് ഐസ്ക്രീം ഇങ്ങ് തന്നേ. എനിക്ക് വേണ്ടില്ല, അതും വലിയ കപ്പ തന്നെ വേണം. എനിക്കൊരു ഫ്രൂട്ട് ഐസ്ക്രീം തന്നെ. ഇന്നാ പൈസ. അങ്കിളെ, സെൽഫി എടുക്കാണോ? എന്നെയും കൂടി ഒന്ന് എടുക്കുവോ? എന്റെ ചേട്ടായി, ഇത് കള്ളനോട്ടാ. ഇത് നമ്മളിവിടെ എടുക്കൂല. എന്താ കള്ളനോട്ടാണെന്നോ? ഞാൻ വീട്ടിൽ അച്ചടിക്കുകയാണെന്ന് വിചാരിച്ചോ? നിങ്ങളാണ് അപ്പൊ വീട്ടിൽ കള്ളനോട്ട് അടിക്കുന്നത്? ഇൻസ്പെക്ടർ പാണ്ഡ സാർ നിങ്ങളെ തന്നെ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. നിനക്കെന്താ എന്നെ കണ്ടാൽ കള്ളനോട്ട് അടിക്കുന്നവനെ പോലെ തോന്നുന്നുണ്ടോ?
അല്ലെ നമ്മളെന്തിനാ അവന്റെ പുറകെ പോകുന്നേ? അവനെ കണ്ടിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിരുന്നു തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവൻ തന്നെയാണ് അവൻ. കള്ളനോട്ട് മാർക്കറ്റിൽ വിതരണം ചെയ്യുന്നവൻ. ഇവന്റെ കാര്യമാണ് ഇൻസ്പെക്ടർ പാണ്ഡ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ അവനെ പിന്തുടരുന്നത്. അതെ, കള്ളനോട്ട് വെച്ചാൽ നമ്മളെന്താ ചെയ്യാ? അതാരും എടുക്ക പോലും ഇല്ലല്ലോ. ചേട്ടായി ഒന്ന് വേഗം നടക്ക്. ഇങ്ങനെ നിന്നാലേ പിന്നെ എങ്ങനെയാ ഞങ്ങൾ നിങ്ങളെ പിന്തുടരുക? നിനക്കൊക്കെ എന്താണ് വട്ടാണോ? നീയൊക്കെ എന്തിനാ എന്നെ പിന്തുടരുന്നത്? കഴുതേ, നീ കാരണമാണ് അവൻ ഓടുന്നത്. അതിന് വണ്ണി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ നീ അവനെ കഴുതെന്ന് പറയുന്നേ? കഴുതേ, അവൻ നിന്നെയാടാ കഴുതേന്ന് പറഞ്ഞ് നമ്മൾ അവനെ പിന്തുടരുന്നുണ്ടെന്ന് നീ എന്താ അവനോട് പറയാൻ പോയത്? അവന് സോർദാറിനെ കൊണ്ട് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. സംശയമുണ്ടോ? എങ്ങനെ? എങ്ങനെ? ഇവൻ ആ വാച്ച് ഉപയോഗിച്ച് അവനെ പിന്തുടരും. അവനെ കൊണ്ട് ഇവനെ കാണാനും കഴിയില്ല. അതെ ബോസ്, ഞാൻ അങ്ങോട്ട് തന്നെയാ വന്നോണ്ടിരിക്കുന്നത്. ജോർദാർ, അവനെ വിടരുത്. ഇന്ന പിടിച്ച മൊബൈല് നീ അവിടെ പോയ ഉടൻ തന്നെ ഞങ്ങൾക്ക് ഫോൺ ചെയ്യണം. ഞങ്ങൾ ഇൻസ്പെക്ടർ പാണ്ഡയെ കൂട്ടി അങ്ങോട്ട് എത്തിയേക്കാം. ഓടിക്കോ. ശബ്ദം മാത്രം വരുന്നുണ്ട്, പക്ഷെ ആരെയും കാണുന്നില്ലല്ലോ. എനിക്കെന്തോ ഇവിടെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ആളിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. കാര്യം ബോസിനോട് പറഞ്ഞാൽ അയാൾ എനിക്ക് വട്ടാണെന്ന് പറയും. മിണ്ടാതിരിക്കുന്നതാ നല്ലത്. അല്ല, നീ എങ്ങോട്ടാ പോയത്? വേഗം വന്നേരെ തലയിലൊന്ന് മസാജ് ചെയ്ത് വിടേ. മസാജ് ചെയ്യാനാ പറഞ്ഞത്, അല്ലാതെ എണ്ണ തെപ്പിച്ച് കുളിപ്പിക്കാനല്ല. എന്നെ തള്ളുന്നോ? ഇല്ല 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 ബോസ്. ഹലോ ഹലോ. സാർ, ഇവിടെ ആരോ ഉണ്ട്. ഞാൻ ഇപ്പോഴാ അവനെ കണ്ടത്, അങ്ങയുടെ ഈ കണ്ണാടിയില്. എന്തേ? നീ എവിടെയാ അവനെ കണ്ടത്? പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ എനിക്കും കാണുന്നില്ല, പക്ഷെ ഞാൻ കണ്ണാടിയിൽ കണ്ടതാണ്. ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല? നീ ബോസിനെ മണ്ടനാക്കാൻ നോക്കുകയാണോ? കണ്ടോ ബോസ്? ഞാൻ ചോദിച്ചതല്ല ബോസ്, ഞാൻ കണ്ട കാര്യം പറഞ്ഞതാ. എനിക്ക് അവനെ കാണാൻ പറ്റുന്നുണ്ട്. എവിടെ പോയി അവൻ? ഡോഗ്. ബോസിനെ ഡോഗ് എന്ന് പറയുന്നു? അങ്ങനെയല്ല ബോസ്, നമ്മളെ തല്ലുന്നില്ലേ, അതൊരു ഡോഗിയാണ്, പക്ഷെ അതിനെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ നോട്ടിന്റെ മഴ പെയ്യാണ്. എല്ലാം കള്ളനോട്ടുകൾ. ഈഷ്, നിന്റെ കളി ഇതോടെ കഴിഞ്ഞു മൈക്കിൾ. യുവമാരെ അറസ്റ്റ് ചെയ്യ. ഓടിക്കോ. ഈ ആനിമൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യോ? പക്ഷെ ഇതിനെങ്ങനെ പറക്കാൻ കഴിയാ? ഓടിക്കോ. ഇതൊക്കെ മുകളിലിരിക്കുന്ന എന്റെ കളിയാണ്. ഹെൽപ്പ് മീ. ഏസി റൂം തന്നെ തരണേ. കാലക്കി സാർ, ഒരു മിനിറ്റ്, ഒരാൾ കൂടെ വരാനുണ്ട്. ജോർദാർ, നീ ഒന്ന് വേഗം വാ. ഈഷ്, ഇവൻ എവിടുന്നാ വന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാർ. ഈ വാച്ച് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഈഷ്, മാജിക്കൽ വാച്ച്. ആ അതെ ഇൻസ്പെക്ടർ സാർ. സാർ വേണമെങ്കിൽ ഇത് കൊണ്ടുപോയിക്കോളൂ. കള്ളന്മാരുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാവും. സാറേ,
എനിക്ക് ഒരു പ്രാവശ്യം ആ വാച്ച് ഇട്ട് നോക്കാൻ തരുമോ? ഞാൻ തീർച്ചയായിട്ടും തെറ്റൊന്നും ചെയ്യില്ല, പ്ലീസ്. നീ വാച്ച് ഇടുന്നത് കൊണ്ട് മാത്രം തെറ്റ് ചെയ്യാതിരിക്കാൻ പോകുന്നില്ല. ഇത് ഇട്ടില്ലെങ്കിൽ നീ ചെയ്യുന്ന തെറ്റും മണ്ടത്തരവും മാത്രമാണ്. സംശയമുണ്ടോ?